ഇന്ന് നമുക്ക് പച്ചക്കപ്പലണ്ടി വറുത്താലോ. അതിന് വേണ്ടിയിട്ട് 1 കിലോ പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പുവെള്ളം തെളിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു പ്ലേറ്റിൽ 2 ടീസ്പൂൺ ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അത് ഈ കപ്പലണ്ടിയിൽ തെളിച്ച് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വേഗം വലിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് വെച്ചാൽ മതി. ഞാനിത് വെയിലത്തൊന്നും ഇപ്പോൾ വെച്ചിട്ടില്ല. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മണലിട്ട് കൊടുക്കാം. മണലിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓണാക്കി മണൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. മണൽ ചൂടാവുമ്പോൾ ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഫ്ലെയിം ഹൈയിലിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വറവായി ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം കുറച്ചിടണം. ഇപ്പോൾ ഇത് വറവായൊന്ന് നോക്കാം. ഇത് തോല് വേഗം പോരുന്നുണ്ട്. അപ്പോൾ ഇത് വറവായിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് ഒന്നുകൂടി വേവും. അപ്പോൾ ഇത് ഓഫാക്കാം. ഇനി ഇതൊരു ബേസിനിലേക്ക് മാറ്റാം. ഇനി 5 മിനിറ്റ് ആകുമ്പോൾ ഇതിലെ മണൽ മാറ്റി കപ്പലണ്ടി വേർതിരിക്കാം. അതിനുവേണ്ടി ഇതുപോലെ അഴിയുള്ള ഒരു സഞ്ചി എടുത്തിട്ട് അതിലിട്ട് കപ്പലണ്ടി വേർതിരിക്കാം. ഇതിപ്പോൾ വേവൊക്കെ നല്ല പാകമാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഡബ്ബയിലിട്ടിട്ട് അടച്ചു വയ്ക്കാം.